മഞ്ഞുമൽ ബോയ്സിലെ ഒരു ഇനീഷ്യൽ ടൈമിൽ ആയിരുന്നു ബാസി ചെയ്ത ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആദ്യം ഞങ്ങളെല്ലാവരും ആ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ആദ്യം മുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംസാരം വന്നു. പക്ഷെ ആ സിനിമയ്ക്ക് ഞാനൊരു ബാധ്യതയായി മാറും. ആ ഗ്രൂപ്പിൽ ചിലപ്പോൾ ഞാൻ ഫിറ്റ് ആവാതെ വരും. ഇതൊരു സസ്പെൻസ് ഇല്ല. ഒരു ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഒരു ഹൂഡണിറ്റ് പരിപാടി ഒന്നും എക്സ്പെക്ട് ചെയ്ത് ആരും വരരുത്. ബോസേ നമുക്കൊന്ന് തിരുവനന്തപുരം പോയിട്ട് വന്നാലോ? മമ്മൂക്കപ്പടം ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പറയുന്ന ഭയങ്കര പ്രശ്നമായിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഈ സ്ക്രിപ്റ്റിന്റെ ഫസ്റ്റ് റീഡിങ് മുതൽ ഞങ്ങളുടെ മനസ്സിൽ അഞ്ഞൂറാനായിരുന്നു റെഫറൻസ്. യോബിന്റെ പുസ്തകത്തിൽ ജയേട്ടൻ ചെയ്ത ക്യാരക്ടർ ഞാൻ ചെയ്യാനിരുന്നതായിരുന്നു. അപ്പൊ അത് ഐ എം ടോണി എന്ന് പറഞ്ഞ സിനിമയുടെ ഡേറ്റ്സുമായിട്ട് അതിനൊരു ക്ലാഷ് വന്നു. ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ മനുഷ്യൻ സിനിമ ഏത് തിയേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ട്രെൻഡ് സെറ്റർ സിനിമയായിരിക്കും. അങ്ങനെ ഒരാളാണെന്ന് എൻ്റെ കൂടെ ആസിഫ് അലി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ആ ഇൻട്രൊഡക്ഷൻ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതങ്ങനെ തന്നെയാണ്, എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ രേഖാചിത്രം എന്ന സിനിമയുടെ ബ്രെയിൻ ആൻഡ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പാണ് എൻ്റെ കൂടെ ജോഫിൻ ടി ചോക്ക. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പം ബയോയിൽ ഞാൻ കണ്ടൊരു കാര്യമാണ് ഡ്രീം ഡു കം ട്രൂ എന്നാണ്. അങ്ങനെ 2024 ട്രൂ ആയ അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ച ഡ്രീം എന്താണ്? 2025 എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു സിനിമ എന്നുള്ളത്. അപ്പം അത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ അതിൽ വിശ്വസിച്ചത് കൊണ്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന സ്വപ്നങ്ങളൊക്കെ സംഭവിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും. അതുതന്നെയാണ് എനിക്ക് സിനിമ ആഗ്രഹിച്ച സിനിമയിലേക്ക് വരാനിരിക്കുന്ന ഒരു അടുത്ത തലമുറയോട് പറയാനുള്ളതും. ഓക്കെ, 2025 ഇപ്പം ഇറങ്ങാൻ പോകുന്ന ഈ സിനിമ ശരിക്കും ജോഫിൻ്റെ ആദ്യത്തെ സ്വപ്നമായിരുന്നു. പക്ഷേ രണ്ടാമതാണ് നടക്കുന്നത്. ഇത്ര നാളത്തെ ഈ ഒരു ഹെക്ടിക് പരിപാടിക്ക് ശേഷം എങ്ങനെയാണ് ഇതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അത് നമുക്ക് ഈ പറയുന്ന സക്സസ് നടക്കുകയാണെങ്കിൽ 9-ാം തീയതി ശേഷം ഈ 9-ാം തീയതി എന്നുള്ള സാധനം അത്യാവശ്യമായിട്ട് മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പൊ 9-ാം തീയതി വരെ കാത്തു സൂക്ഷിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പ്രൊമോഷൻ ഇന്റർവ്യൂസേ കൊടുക്കുന്നുള്ളൂ. കാര്യം നമുക്ക് ഇത് സിനിമയെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. പറയാനുള്ളത് മുഴുവൻ പോസ്റ്റേഴ്സായിട്ടും ട്രെയിലറായിട്ടും ടീസറായിട്ടും ഒക്കെ വിട്ട് കഴിഞ്ഞു. ഈ സിനിമയുടെ ഓരോ പ്രൊമോഷൻ മെറ്റീരിയൽ വരുന്ന സമയം മുതൽ ഇതിന്റെ ഫസ്റ്റ് രേഖാചിത്രം എന്നുള്ള ടൈറ്റിൽ റിവീൽ ചെയ്ത സമയം മുതൽ ആളുകൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്. അന്ന് ഇതിന്റെ ഓരോ അക്ഷരങ്ങളും സൂം ചെയ്ത് നോക്കി അതിൻ്റെ അകത്തൊക്കെ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ട്രെൻഡ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും എക്സൈറ്റ്മെൻറ്റ് നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് ഇതിൻ്റെ പ്രൊമോഷൻസും ഇൻ്റർവ്യൂവും ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ ഇനി അങ്ങോട്ട് കുറേ മറുപടികൾക്ക് ഞങ്ങൾ പറയാൻ പോകുന്നത് 9-ാം തീയതി വരെ എന്നുള്ളൊരു എക്സ്ക്യൂസ് ആയിരിക്കും. ഓക്കെ, 9-ാം തീയതി വരട്ടെ, കാണാം. രേഖാചിത്രം നടക്കുന്ന ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്ന് എനിക്കറിയാം. എങ്ങനെയാണ് ഈ സക്സസ് അല്ലെങ്കിൽ ഈ ഡിഫിക്കൽട്ടിനെ ഓവർകം ചെയ്ത് അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജോഫിൻ? അത് 9-ാം തീയതി കഴിഞ്ഞിട്ട് വേണം അതിനെ പറ്റിയിട്ട്. ആണ് നിലവിലൊരു ഹാപ്പിനെസ് വരുന്ന ഒരു ഹയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇന്നലെ ഇപ്പോൾ സിനിമ കഴിഞ്ഞു. ഇന്നിപ്പോൾ രാവിലെ ഞാൻ വരുന്ന സമയത്ത് ഇന്നലെ രാത്രി ക്യൂബിലേക്ക് അത് അപ്ലോഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഇന്നലെ രാത്രി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഹാപ്പിയാണ്. രേഖാചിത്രത്തിലെ ഒരു ഡയലോഗുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ അകത്തേക്ക് എൻ്റെ ഒരു ആഡ് ഓണും കൂടി ഉണ്ട്. കാര്യം പ്രീസ്റ്റ് രേഖാചിത്രമാണ് ആദ്യം കണ്ട സ്വപ്നം, പക്ഷെ നടന്നത് പ്രീസ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പം അതായിരുന്നു അതിൻ്റെ കറക്റ്റ് റൂട്ട് എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട്. കാര്യം രേഖാചിത്രത്തിൻ്റെ കഥ ഞാൻ ആദ്യം കേട്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചത് ഈ സിനിമ എങ്ങനെ സംഭവിക്കും എന്നാണ്. ഒരു വലിയ ഓപ്പണിംഗ് പ്രീസ്റ്റിലൂടെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ രണ്ടാമത്തെ സിനിമയായിട്ടെങ്കിലും ചെയ്യാൻ പറ്റിയത്. കാര്യം ഈ സിനിമ സംഭവിക്കണമെങ്കിൽ അതിനൊരു വലിയ ബാക്കപ്പും വലിയൊരു പ്രൊഫൈലും തന്നെ വേണം. ഓക്കെ, രേഖാചിത്രത്തിലൊരു ഡയലോഗുണ്ട്, ഇത് ഇവൻ്റെ ആവേശമല്ല ആവശ്യമാണെന്നുള്ളത്. ആക്ടിങ് ആസിഫ് അലിക്ക് എന്താണ്, ആവശ്യമാണോ ആവേശമാണോ? എനിക്ക് രണ്ടുമാണ്. ഓക്കെ, കുറച്ചും കൂടെ പറഞ്ഞാൽ ആവേശമാണ് കൂടുതൽ. ആവശ്യം എന്നുള്ളത് ആദ്യത്തേതായിരുന്നു എനിക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. കാര്യം എൻ്റെ നമ്മളെല്ലാവരും സിനിമ ആഗ്രഹിച്ചു വന്നവരാണ്. സിനിമയെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എടുത്തുചാട്ടങ്ങൾ കൂടുതലായിരുന്നു. അതിൽ നിന്നൊക്കെ ഉണ്ടായൊരു റിഫൈൻമെൻറ്റിലാണ് അഭിനയം ആസ്വദിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയതും അത് പിന്നെ ഒരു ആവേശമായി മാറിയതും. ഓക്കെ, അങ്ങനെ തെറ്റിദ്ധാരണകൾ എന്താണ് ആസിഫ് അലി മാറ്റിയിട്ടുള്ളത്? തെറ്റിദ്ധാരണകളെന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് സ്റ്റാർഡം ആയിരുന്നു എന്നുള്ളതായിരുന്നു എല്ലാവർക്കും സിനിമയിൽ വരുമ്പോൾ ഉള്ളത്. ഞാൻ അഭിനയിക്കുന്ന സിനിമകൾ ആളുകൾ കാണുന്നു, ആസ്വദിക്കുന്നു, എന്നെ ആളുകൾ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളോട് കൂടിയാണ് പല
പല പുതുമുഖങ്ങളും സിനിമയിലേക്ക് വരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി ഈ അഭിനയം എന്ന് പറയുന്നതിൻ്റെ ഒരു ലഹരിയുണ്ട്. നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സും അത് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ആവുന്നതും, നമ്മൾ ചിരിപ്പിക്കുമ്പോൾ അവർ ചിരിക്കുന്നതും, നമുക്ക് വിഷമം വരുമ്പോൾ അവർക്ക് സങ്കടം ഫീൽ ചെയ്യുന്നതും, അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ഗ്രാജ്വലി നമുക്ക് ഈ അഭിനയത്തിൻ്റെ ഒരു ആവേശമായി മാറുകയും അതിൽ നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വന്നതിൽ നിന്നുള്ള പെർസ്പെക്റ്റീവ് മാറും. അരവിന്ദൻ്റെ അതിഥികൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇൻ്റർവെൽ സമയത്താണ് ഈ കഥ റൈറ്റർക്ക് വരുന്നത്, രാമുവിന്. ഒരു ഫീൽ ഗുഡ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്തരം ഒരു ത്രില്ലർ സിനിമ എന്ന് എങ്ങനെയാണ് ആലോചിച്ചെടുത്തെന്ന് ചോദിച്ചിട്ടുണ്ടെന്നെങ്കിലും. അല്ല, അങ്ങനെ അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആലോചിച്ച കഥയല്ല അത്. കണ്ട് അതിൻ്റെ ഒരു പോയിന്റ് അവൻ നേരത്തെ എപ്പോഴും കിട്ടിയ ഐഡിയ, അത് കണ്ടപ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവം ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ഒന്നുമില്ല, കുറച്ച് ആൾക്കാരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞൊരു ഐഡിയ ആണത്. അവൻ നേരത്തെ ഉണ്ടാക്കിയൊരു സാധനം അവൻ നേരത്തെ തോന്നിയൊരു ഐഡിയ. അപ്പം എന്നോട് സംസാരിച്ചത് അപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. അവൻ അവിടെ വെച്ച് ഉണ്ടാക്കിയതല്ല അത്. ഓക്കെ, ശരി. അരവിന്ദന്റെ അതിഥികളിൽ നിന്ന് ചൊരണ്ടിയതാണോ? ഒരിക്കലല്ല. സംസാരിക്കാൻ, കഥ പറയാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ആസിഫ് അലി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാണ് ഡയറക്ഷൻ മോഹം ഉള്ളിലുണ്ടോ? മോഹമുള്ളിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സിനിമയുടെ എല്ലാ മേഖലകളിൽ നിന്നും പ്രവർത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഉടനെ ഒന്നും അങ്ങനെ സംവിധാനം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. കാര്യം ഇത് ചെറിയ പണിയൊന്നുമല്ല. ഞാൻ പറഞ്ഞ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിയേറ്റിവിറ്റി ഇതിൻ്റെ ഒരു ഏരിയ ആണെങ്കിൽ പോലും ഇതിന് ഒരുപാട് പേഷ്യൻസ് വേണം. അതെനിക്ക് തീരെ ഇല്ലാത്ത ഒരാളാണ്. പിന്നെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റണം. ഈ എൻ്റെ ടീമിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റണം. ഒരു ദിവസം രാവിലെ ഈ 150 പേര് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കമാൻഡ് കൊടുക്കേണ്ടത് മുതലുള്ള കാര്യങ്ങൾ ഈ ഡയറക്ടറിന്റെ കയ്യിലാണ്. അതിനൊക്കെ ശേഷമാണ് എനിക്ക് തോന്നുന്നത് ക്രിയേറ്റീവ് സൈഡിലേക്ക് വരുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു എക്സ്പീരിയൻസ്, മെച്ചൂരിറ്റി ഒക്കെ വന്നതിന് ശേഷം മാത്രമേ അങ്ങനെ സംവിധാനത്തിനെ പറ്റി ആലോചിക്കുകയുള്ളൂ. അത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, 115 ആർട്ടിസ്റ്റ്, 90 ദിവസം അല്ല 60 ദിവസം, 90 ലൊക്കേഷൻസ്. എങ്ങനെ സാധിക്കുന്നുണ്ടെന്ന്? എങ്ങനെയാണ്? ഇവിടെ വരെ ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ, മാതൃഭൂമിയിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് ശരി, ഈ സ്റ്റുഡിയോയിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. ഓ, ആഹാ. അതൊരു സൺഡേ അന്ന് നിങ്ങൾ ലീവ് ആയിരിക്കും ചിലപ്പോൾ. അത് ഈ പറഞ്ഞ എല്ലാ ദിവസവും രാവിലെ നേരത്തെ തുടങ്ങി വൈകി അവസാനിച്ച് അങ്ങനെ കറക്റ്റ് 60 ദിവസവും ഭയങ്കര പാക്ക്ഡ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഭയങ്കര പാക്ക്ഡ് ആയിരുന്നു. അങ്ങനെ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പം എല്ലാ ടീം മൊത്തം, അതായത് നമ്മുടെ ഒരു ടീം മൊത്തം നേരത്തെ തന്നെ ഭയങ്കര സിങ്കായിരുന്നു. ഇപ്പം എൻ്റെ ഒപ്പം പ്രീസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ബേബി ചേട്ടനും പ്രേമേട്ടനും. അപ്പം എല്ലാവരും ഒപ്പം കോർഡിനേറ്റ് ചെയ്ത് അതിൻ്റെ ക്യാമറമാൻ അപ്പവും. അപ്പോൾ അത്രയും രാത്രി 2 മണി വരെ ഷൂട്ട് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് ക്യാമറമാൻ ഉൾപ്പെടെ അതൊരു അങ്ങനെ നിന്നാലേ ആ സിനിമ അങ്ങനെ സംഭവിക്കുള്ളൂ. അപ്പോൾ ഉൾപ്പെടെ നമ്മുടെ ടീം എല്ലാവരും അങ്ങനെ ആക്റ്റീവായി ഒപ്പം നിന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ പടം തുടങ്ങുന്നതിന് മുമ്പ് ഫുൾ പാക്ഡ് ആയിരുന്നു. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം പാക്ഡ് ആയിരുന്നു സിനിമയ്ക്ക് മുന്നേ. സെറ്റ്. അപ്പം 15ാമത്തെ വർഷമാണ് ആസിഫ് അലിയുടെ. 6 പോലീസ് സ്റ്റേഷനുകൾ കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഒരു പോലീസ് വേഷം എടുക്കുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ ഓൾറെഡി നമ്മളിലേക്ക് വരുമല്ലോ. നമ്മുടെ പോസ്റ്റേഴ്സാണ്, ജസ്റ്റേഴ്സൊക്കെ ചിലതൊക്കെ വരും, ആവർത്തിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ബോധപൂർവം അങ്ങനെ ഒഴിവാക്കിയിട്ടുള്ളതും ചില പോലീസോ, നമുക്ക് ചില കൂട്ടുകാരുണ്ട്, ഇവർ പോലീസിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സെറ്റപ്പേ അങ്ങ് മാറും. പിന്നെ ഒരു ചിട്ടയും പരിപാടികളൊക്കെ വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മാറ്റേണ്ട, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കയറിയിട്ടുണ്ടോ നമ്മുടെ സ്വഭാവത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ചെയ്ത 5 പോലീസ് വേഷങ്ങൾക്കും 5 ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡും ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇതിൽ എനിക്ക് തോന്നുന്നത് വേറെ തന്നെ ഒരു സ്വഭാവമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ പോലീസുകാർക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ ഒരു ബോഡി ലാംഗ്വേജും ഉണ്ട്. അതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. പക്ഷേ ഇയാളുടെ ഒരു സ്വഭാവവും ഇയാളുടെ ചുറ്റുപാടിലുള്ള വ്യത്യാസം കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ പോലീസ് വേഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മാനറിസംസ് ഒക്കെ മാറ്റി പിടിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ ഇപ്പം ഭയങ്കര ടെൻഷൻ തരുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇപ്പോൾ ഫുള്ളായി സിനിമ പല വർഷം കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് അങ്ങനെ നന്നായിട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഡയറക്ടർ ഇനി പ്രേക്ഷകർ കൂടെ പറയട്ടെ. പ്രേക്ഷകർ ഉറപ്പായിട്ടും പറയട്ടെ. അപ്പം ഈ പടത്തിന് ഒക്കെ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് വർക്ക് പരിപാടികളുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഭയങ്കര ട്രെമൻഡസ് ആയിട്ടുള്ളൊരു ജോബ് തന്നെയായിരുന്നു. ഇതിനകത്ത് കുറേ ആർട്ടിസ്റ്റുകളെ റീക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം
നമ്മൾ ഒരാളെ പിക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പം ഇതിനു വേണ്ടി പിക്ക് ചെയ്ത സമയത്ത് അങ്ങനെ അതിശയപ്പെടുത്തിയ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഒരാളെ വേണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്ത് ലാസ്റ്റ് ഏറെക്കുറെ അദ്ദേഹമായിട്ട് സാമ്യമുള്ള ആർട്ടിസ്റ്റ് അതുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ കുറച്ച് കാലം മുമ്പ് തന്നെ ഇതിനുള്ള ആരാണ് ചെയ്യാന്നുള്ള സംഭവങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് തോന്നിയ ആൾക്കാരെ നേരത്തെ തന്നെ ഞങ്ങൾ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കഥ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ആർട്ടിസ്റ്റുകളെ നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ചതിനേക്കാൾ ഉപരി നമുക്ക് ആ കുറേ സമയം ഉണ്ടായിരുന്നില്ല, 2-3 വർഷം സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മുമ്പിലേക്ക് വന്ന ആൾക്കാരിൽ ഇവരോട് സാമ്യം തോന്നുന്ന ആൾക്കാരെ നമ്മൾ കാസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു സെഗ്മെൻറ്റിലേക്ക് പോയാൽ ഇനി. സെഗ്മെൻറ്റിൻ്റെ പേര് ഓൾട്ടർ ഹിസ്റ്ററി എന്നാണ്. അപ്പം ഞാൻ കുറച്ച് ആളുകളുടെ അല്ലെങ്കിൽ സംഭവം പറയും. അപ്പം അതിനകത്ത് ഓൾട്ടർ ഹിസ്റ്ററി എന്താണെന്നാണ് എനിക്ക് അറിയേണ്ടത്. സിനിമയിലുള്ള ചില സന്ദർഭങ്ങൾ എന്തായിരിക്കാം ഇവർ തമ്മിൽ കൂട്ടിമുട്ടിയാൽ ഉണ്ടാകുക എന്നാണ്. ആസിഫിന് ഇച്ചിരി കൂടെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. സ്പോയിലറായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അപ്പം ഇയോബിൻ്റെ പുസ്തകം മഞ്ഞുമ്മൽ ബോയ്സ് ചാപ്പാക്കുരിശ്, ഇതിൽ ആസിഫ് ആയിരുന്നെങ്കിൽ, ഇതിലൊക്കെ ഒരു കോള് വന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്പ്രെഡഡ് സാധനമാണ് കിട്ടിയത്. ഉണ്ടായിരുന്നു. ഞാൻ ഇയോബിൻ്റെ പുസ്തകത്തിൽ ജയേട്ടൻ ചെയ്ത ക്യാരക്ടർ ഞാൻ ചെയ്യാനിരുന്നതായിരുന്നു. അപ്പോൾ അത് ഐ എം ടോണി എന്ന് പറഞ്ഞ സിനിമയുടെ ഡേറ്റ്സുമായിട്ട് അതിനൊരു ക്ലാഷ് വന്നു. അപ്പം രണ്ടുപേർക്കും ടെൻഷൻ ആവണ്ടെന്നുള്ള രീതിയിലാണ് അതിൽ നിന്ന് മാറിയത്. പിന്നെ മഞ്ഞുമൽ ബോയ്സിലെ ഒരു ഇനീഷ്യൽ ടൈമിൽ ആയിരുന്നു ഈ ബാസി ചെയ്ത ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആദ്യം ഞങ്ങളെല്ലാവരും ആ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ആദ്യം മുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംസാരം വന്നു. പക്ഷേ ആ സിനിമയ്ക്ക് ഞാനൊരു ബാധ്യതയായി മാറും. ആ ഗ്രൂപ്പിൽ ചിലപ്പോൾ ഞാൻ ഫിറ്റ് ആവാതെ വരും എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തോന്നിയത് കൊണ്ടാണ് മാറിയത്. കാര്യം ആ കുഴിയിലേക്ക് ഞാൻ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ കയറി വരും, സാധ്യതകൾ ആൾക്കാർക്ക് കൊണ്ട് വെച്ച്. പിന്നെ ഒരു ഇമോഷനും ഒരു ഹെൽപ്ലെസ്നെസ്സും ഒക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അത് ആ സിനിമയെ ബാധിക്കും എന്ന് തോന്നിയോണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ ചാപ്പാക്കുരിശും ആദ്യം സംസാരിച്ചിരുന്നു. അതിനും കുറച്ച് ഡേറ്റിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ പകരം ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്ന് മാത്രം ചോദിക്കരുത്, അത് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അപ്പം ഇതിനകത്ത് സാഗർ കോട്ടപ്പുറം എന്ന് പറഞ്ഞ ഒരു മുഴുനീള കള്ളുകൂടിയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ മോഹൻലാൽ അനശ്വരമാക്കിയ ഒരു ക്യാരക്ടറാണ്. അപ്പം അതിനകത്ത് അഡിഗോസ് അമിക്കോസിലെ പ്രിൻസ് ഇവർ തമ്മിൽ കാണുവാണെങ്കിൽ എന്തായിരിക്കും ഒരു ഓൾട്ടർ ഹിസ്റ്ററി? അടിപൊളിയായിരിക്കും. വാട്ട് വിൽ ബി ദ ഫസ്റ്റ് ടോക്ക് അബൌട്ട്? സാഗരേട്ടൻ മറ്റേ ഇതൊക്കെ ഇട്ട് നിൽക്കുകയാണ്, ഐറ്റിയൊക്കെ ഇട്ട് നിൽക്കുകയാണ്. വാട്ട് വിൽ സേ? അത് അടിപൊളി. ബോസേ, നമുക്ക് തിരുവനന്തപുരം പോയിട്ട് വന്നാലോ? അടിപൊളി. അപ്പം കിഷ്കിന്ത കാണ്ഡം വന്ന സിനിമ, അതിൽ നമ്മുടെ അപ്പുപിള്ളയ്ക്ക് പകരം 500 ആയിരുന്നെങ്കിൽ വാട്ട് വിൽ ബി ദ അവസ്ഥ? ശരിക്കും അതില് ഞങ്ങളുടെ ഈ സ്ക്രിപ്റ്റിന്റെ ഫസ്റ്റ് റീഡിങ് മുതൽ ഞങ്ങളുടെ മനസ്സിൽ 500 ആയിരുന്നു റെഫറൻസ്. പക്ഷെ ഒരിക്കലും ഒരു ആക്ടറിന് റെഫറൻസ് കൊടുക്കരുതെന്ന് വിശ്വസിക്കുന്ന ഒരു ടീമായിരുന്നു കിഷ്കിന്റെ കാണ്ഡത്തിലുണ്ടായിരുന്നു. കാര്യം എല്ലാവരും അവരുടേതായ ഒരു കൺക്ലൂഷനിലേക്ക് എത്തണം എന്നുള്ളതുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കുട്ടേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ സ്ക്രീനിൽ പല സമയത്തും ഷൂട്ടിൽ മോണിറ്ററിൽ നോക്കിയിട്ട് പറയും, ഇടയ്ക്കിടയ്ക്ക് അവിടെ എവിടെയൊക്കെ 500 വരുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ബോധപൂർവമല്ല, അച്ഛനല്ലേ, അതാവുമ്പോൾ ഇടയ്ക്ക് വരുമല്ലോ. ദെൻ ഓൾട്ടർ ദ ഹിസ്റ്ററിയിൽ തലവനിലെ ക്യാരക്ടർ മീറ്റ്സ് അയ്യപ്പൻ നായർ, അയ്യപ്പൻ അയ്യപ്പൻ കോശി അല്ല, അയ്യപ്പൻ നായരെ ഞാൻ ഷൂട്ടിന് ശേഷം കാണാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അതിൽ ലൊക്കേഷനിലില്ലെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ട് കാണാറുണ്ട്. ആണോ? എന്റെ പൊന്നെ വിഷയമായിരുന്നു. അപ്പൊ അല്ല, ബീച്ചേട്ടന അങ്ങനത്തെ ഒരാളാണ്. ഐ മീൻ ലൈക്ക് പിണക്കം ഉണ്ടാവും പെട്ടെന്ന്. ചിലപ്പോൾ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട്, അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു യങ് പോലീസ് ഓഫീസറാണ്, കുറച്ച് ഫിറ്റായിട്ടിരിക്കണം അല്ലേ. യൂണിഫോം ഒക്കെ ഇടുമ്പോൾ അയാളുടെ എപ്പോഴും പറയുന്നത് ഈ കാർത്തിക് എന്ന് പറഞ്ഞ ഓഫീസറിന് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്, ഇയാൾക്ക് ഇച്ചിരി ചുറുചുറുക്കൊക്കെ ഉള്ള ആളാണ് എന്നൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ എനിക്കും കുറച്ച് കാണുമ്പോൾ ഒരു പോലീസുകാരൻ്റെ എടുത്തുചാട്ടമൊക്കെ ഉള്ള, ഐ മീൻ പുതിയൊരു പോലീസുകാരൻ്റെ എടുത്തുചാട്ടമുള്ള ബോഡി ലാംഗ്വേജ് ആണ്. അപ്പോൾ കുറച്ച് ഫിറ്റായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷായി ജിമ്മിൽ പോകും. ജിമ്മിൽ പോയി ഒരു 1.5 മണിക്കൂർ വർക്കൗട്ട് കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരിക. അപ്പോൾ ആ സമയത്തേക്ക് ബീച്ചേട്ടൻ എന്തെങ്കിലും തലശ്ശേരിയിലാണ് ഷൂട്ട്
ഷൂട്ട് ചെയ്യണേ. അപ്പോൾ കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് ഭക്ഷണമൊക്കെ വരുത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ റൂമിലേക്ക് ജിമ്മിൽ പോയി തിരിച്ചു വന്ന് കുളിച്ച് ഫ്രഷായി ബീച്ചേട്ടൻ്റെ അടുത്തേക്ക് ഡിന്നർ കഴിക്കാൻ വരാൻ ലേറ്റ് ആവും. പിന്നെ മേടിച്ചു വെച്ചേക്കുന്ന പല സാധനങ്ങളും എൻ്റെ ഡയറ്റിൽ കഴിക്കാൻ പറ്റാത്തതായിരിക്കും. അപ്പോൾ എന്നോട് നീ വലുതായി പോയി, നീ ഭയങ്കര അഹങ്കാരിയായി. അത് ഇടയ്ക്കിടയ്ക്ക് അയ്യപ്പ നായർ പൊങ്ങി വരും അവിടെ. ഓക്കെ, എങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓൾട്ടർ ദി ഹിസ്റ്ററിയിൽ ഇബിലീസിലെ ക്യാരക്ടർ മീറ്റിംഗ് വിത്ത് ദിലീപ് റോഷാക്ക് അതൊരു രസമുള്ളൊരു കൊള്ളാമായിരിക്കും. എന്തായിരിക്കും പറയുക, ഡയറക്ടർക്ക് പങ്കെടുക്കാൻ കേട്ടോ അതിനകത്ത്, ആ സാധനം മറക്കാവട്ടെ. അപ്പോൾ അതിൽ എന്ത് പറയൂന്ന് എനിക്കറിയില്ല. പക്ഷെ നിനക്ക് മുഖമില്ലല്ലോ, എനിക്ക് മുഖമുണ്ടെന്ന് പറയാൻ പറ്റൂ. കണ്ണുകൾ കൊണ്ട് തന്നെ നമ്മൾ കീഴടക്കി മുഖം കൂടെ വന്നായിരുന്നെങ്കിലും. അപ്പം നമുക്ക് ചിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. രേഖാചിത്രം എന്നാണ് പേര്. എവിടെയും ഒരു സ്കെച്ച് ആർട്ടിസ്റ്റോ അങ്ങനെ ഒരു കഥ കേട്ടില്ല. പക്ഷേ ഇത് രേഖയുടെ കഥയാണോ, അങ്ങനെ എന്തെങ്കിലും ഒരു റെഫറൻസ് ഉണ്ടോ? അതിനിപ്പോൾ എന്തായാലും 9-ാം തീയതി കണ്ടിട്ട് ഓക്കെ, എന്ത് ചോദിച്ചാലും 9-ാം തീയതിക്ക് ശേഷം എന്ന് പറയുന്നത്. ഇതുപോലൊരു സിനിമ ആയതുകൊണ്ട് നമുക്ക് ഇപ്പം ഇതിന്റെ പ്രൊമോഷൻസിനൊക്കെ പോയിരിക്കുമ്പോൾ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഇതാണ്. നമുക്ക് പറയാൻ പറ്റുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഭയങ്കര സസ്പെൻസോ അങ്ങനെ ഒന്നും ഉള്ളതുകൊണ്ടല്ല, പക്ഷെ ഇതിന്റെ പശ്ചാത്തലമാണ് ഇതിന്റെ ഒരു പുതുമാന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് നമ്മളെല്ലാവരുടെയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സസ്പെൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പശ്ചാത്തലം കൂടി നമ്മൾ റിവീൽ ആയി കഴിഞ്ഞാൽ പിന്നെ എത്രത്തോളം സിനിമ കാണാൻ സുഖം ഉണ്ടാവും എന്നുള്ള സംശയം നമുക്കുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇതാക്കാത്തത്. ഓക്കെ, സ്പെക്കുലേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ശരിക്കും കാതോട് കാതോരത്തിലൊരു കൊലപാതകം നടന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ട കൊലപാതകമല്ല, ഞങ്ങൾ കാണിച്ചു തരുന്ന കൊലപാതകം എന്നാണ്. മീൻസ് ഞാൻ ചോദിച്ചപ്പോൾ ആളുകൾ എന്നോട് പറഞ്ഞാൽ ശരിക്കും അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടില്ലല്ലോ. അല്ല, ഓൺലൈനിൽ ഈ സിനിമയുടെ ഫസ്റ്റ് പ്രൊമോഷൻ മെറ്റീരിയൽ വന്ന സമയം മുതൽ തന്നെ ഒരുപാട് ഇതുപോലെയുള്ള ചർച്ചകളും സംസാരങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ സിനിമ കാണാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായി എന്നുള്ളത്. എഗെയിൻ 9-ാം തീയതി എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരും. ഓക്കെ, പോസ്റ്ററുകൾ വളരെ ഗംഭീരമായിട്ട് വർക്ക് അയക്കുന്ന ഒരു പോസ്റ്ററാണ്. ഒരുപാട് സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഒരു പഴയ കഥ പുതിയ ഒരാളിലേക്ക് കണക്ട് ചെയ്യുന്ന, മറ്റേ അനശ്വരയുടെ കൈ കൊടുക്കുന്ന ചിത്രം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് നമ്മുടെ ബുക്ക് മൈ ഷോയിലുള്ള ഒരു റെഫറൻസിൽ നിന്ന് കിട്ടുന്ന ഒരു ഐഡിയ, ഗാംബ്ലിംഗ് എന്നുള്ള ഒരു സംഭവം, അതൊക്കെയാണ് അതിനകത്തുള്ളത്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമാണ് അതിനകത്തുള്ളത്. ഇപ്പം ആൾക്കാർക്ക് അതിനകത്തുനിന്ന് കഥയിലേക്ക് ചൂണ്ടുന്ന രീതിയിലൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇല്ല, കുറച്ചും കൂടിയൊക്കെ വ്യാപ്തിയുള്ളൊരു കഥയാണ്. ഈ സിനിമ ആളുകളുടെ ഇടയിലേക്ക് ഇത്രയും ഇറങ്ങി ചെന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇരുന്നങ്ങ് തപ്പ അങ്ങനെ സിനിമ അത്രത്തോളം മാറുന്നുണ്ട് ഇപ്പം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയും വളരെയധികം മാറിയിട്ടുണ്ട്. എക്സ്പെരിമെൻ്റ് വളരെയധികം നടന്നു. നമുക്കിവിടെ സോംബി മൂവി അടുത്ത് വരാൻ പോകുന്നു, പിന്നെ നമുക്കൊരു ഏലിയൻ മൂവി വന്നു. അങ്ങനെ എല്ലാ തരത്തിലും എക്സ്പെരിമെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജോഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജോഫിനും ഏറെക്കുറെ ആ തരത്തിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ താല്പര്യമാണ്. സോ എക്സ്പെരിമെൻറ്റിനോട് നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു, നമ്മുടെ സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു, മലയാള ഇൻഡസ്ട്രി എത്രത്തോളം ആപ്റ്റാണ് ഇപ്പോൾ? അതിപ്പോൾ രമേവ് ഉൾപ്പെടെയുള്ള സിനിമകൾ ഇവിടെ വലിയ ഹിറ്റാവുന്ന സമയത്ത് സിനിമകൾ വർക്കാവുകയാണെങ്കിൽ എന്ത് എക്സ്പെരിമെൻ്റ് ചെയ്താലും അത് പ്രേക്ഷകനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ വർക്കാവും. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അത് വർക്കാവില്ല. എക്സ്പെരിമെൻറ്റ് അതെ, നമ്മുടെ ഓഡിയൻസിൻ്റെ ഒരു വലിയ പ്രത്യേകത ആണ്. നമുക്ക് മലയാളികൾക്ക് വേണ്ടിയിട്ട് മലയാളികൾ ഏത് ജോണറാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒന്നും പറയാനില്ല. നമ്മളുടെ അടുത്ത് ഒരു സിനിമ നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ കമ്മ്യൂണിക്കേറ്റ് ആവുകയാണെങ്കിൽ അത് കാണാൻ പ്രേക്ഷകരുണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ് ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ റിലീസാകുമ്പോൾ ആദ്യത്തെ ഒരു ദിവസം വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ആളുകൾ കയറിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ സിനിമ ഒരു പുതിയ അറ്റംപ്റ്റ് ആണെന്നും അത് ഭയങ്കര രസമായിട്ട് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ആവേണ്ടെന്നും മനസ്സിലായതിനു ശേഷം ഒരു 100-120 ദിവസം നമുക്ക് ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ഈവൻ സോൾട്ട് ആൻഡ് പെപ്പർ അതുവരെ കണ്ടതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഭാഗമായ സിനിമകളാണ് പറയുന്നത്. അതല്ലാതെ ഇൻഡസ്ട്രിയിൽ തന്നെ ഇപ്പോൾ എത്രയോ സിനിമകൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഓരോ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോന്നും ഓരോ ജോണറിലുള്ള പടങ്ങളാണ്. ഇപ്പോൾ എക്സാമ്പിൾ കിഷ്കിന്ദാണ്. ഇപ്പോൾ കിഷ്കിന്ദാണ്ടത്തിൻ്റെ കഥ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ തിയേറ്ററിൽ വലിയ ഒരിക്കലുമില്ല വിജയമാവാൻ പോകുന്ന സിനിമയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നല്ല സിനിമയായിരിക്കും, എല്ലാവരും പറയുന്ന കഥ കേൾക്കുന്ന സമയത്ത് നല്ല സിനിമയായിരിക്കും. ഇത്രയും ഡ്രാമ ഇന്നത്തെ കാലത്ത് വർക്കാവുമോ എന്ന് ചിന്തിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷെ അത് സിനിമ ആ ദിവസങ്ങൾ കണ്ട സമയത്തും ആൾക്കാർ പറഞ്ഞത് ഇത്രയും വലിയ ഡ്രാമ തിയേറ്ററിൽ ഇങ്ങനെ ഹിറ്റാവും എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും വലിയ ഹിറ്റുകൾ സിനിമയിൽ ഏറ്റവും പണം വാരി സിനിമയായിട്ട്
കിഷ്കിന്ദകാണ്ഡം മാറുന്നുണ്ട്. അപ്പോൾ ഏത് സിനിമകളാണെങ്കിലും അല്ല, കഴിഞ്ഞ വർഷം ഓടിയ സിനിമകളൊന്നും ആലോചിച്ച് നോക്ക്. പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ്, ആവേശം, ഭ്രമയുഗം അല്ലേ. നമുക്ക് അങ്ങനെ ഒരു ജോണർ എന്ന് പറയാൻ ഇല്ല. എല്ലാത്തിനും എല്ലാ രീതിയിലുള്ള റോം കോം ഉണ്ടായിട്ടുണ്ട്, ത്രില്ലേഴ്സ് ഉണ്ടായിട്ടുണ്ട്, ഫാമിലി ഡ്രാമ ഉണ്ടായിട്ടുണ്ട്, ഫാന്റസി ഉണ്ട്. ഇത്തരത്തിലെ എല്ലാ സിനിമകളും വെൽക്കം ചെയ്യാൻ റെഡി ആയിട്ടാണ് നമ്മുടെ പ്രേക്ഷകരുള്ളത്. ഒറ്റ കാര്യം ജോഫിൻ പറഞ്ഞ പോലെ സിനിമ അതിന് വേർത്തായിട്ടുള്ള ഒരു മേക്കിങ്ങും കഥയും ഉണ്ടാവണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പം ഞാൻ ആദ്യം ആസിഫിക്കാനെ കാണുന്ന ഒരു മൂവി പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ്. അന്ന് എന്തോ തിരക്കിൻ്റെ ഇടയിൽ ഓടി വന്നിട്ട് എടാ വെക്കം എടുക്കണം, എനിക്ക് എൻ്റെ ഫാമിലി കൊച്ചും മുകളിലുണ്ട്, എനിക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് പോകണമെന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. സോ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലി ആസിഫിക്ക് ഈ സിനിമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? അല്ല, നിങ്ങളെല്ലാവരെയും പോലെ തന്നെയാണ് ഫാമിലി എന്ന് പറയുമ്പം. എനിക്കും ഫാമിലിയും സിനിമയും എനിക്ക് ഒരേ തട്ടിൽ തന്നെയാണ്. അപ്പം അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതൊരു വലിയ കൂടുതൽ സമയം സിനിമയിൽ കൊടുക്കുന്നതെന്നോ കൂടുതൽ സമയം ഫാമിലി കൊടുക്കണമെന്നോ പ്ലാനില്ല. എനിക്ക് അതിനൊരു ബാലൻസിങ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ട് ഒരു പാരൻറ്റിങ് ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിന് 10 വയസ്സായി, ഹൈക്ക് 7 വയസ്സായി. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഒരു റിബൽ സ്വഭാവം തുടങ്ങും. ഇതുവരെയുള്ള സമയത്ത് അപ്പനായിരിക്കും ഹീറോ. അത് കഴിഞ്ഞ് പുറത്ത് ഫ്രണ്ട്സിനെയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളൊരു ഫേസ് ഉണ്ട്. അത് തിരിച്ചു കിട്ടാൻ അത് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള മാക്സിമം സമയം അവരുടെ കൂടെ കൊടുക്കുക. ഇത് നമുക്കെല്ലാം പുതിയതല്ലേ. ഒരു പാരൻ്റായിട്ട് വരുമ്പോൾ എവറി ഡേ പുതിയതാണ്. അപ്പോൾ അത് ആസ്വദിക്കുന്നതാണ്. ഫാദർഹുഡിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കിയൊരു മൊമെൻ്റ് ഉണ്ടോ? എനിക്ക് കൈൻഡ് ഓഫ് കുട്ടിയുമായിട്ടുള്ള ഞാനത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ അത് ജനിച്ചു കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ ഇൻക്യുബേറ്ററിൽ വെക്കുക എന്ന് പറയുന്നു. നമ്മൾ ഒരു ലൈറ്റിൽ കൊണ്ടുവെക്കുക എന്ന്, IC പോലത്തെ ഒരു ഇതിൽ. അപ്പോൾ അവിടെ ലൈക്ക് ഡെലിവറി കഴിഞ്ഞിട്ടൊരു 3 മണിക്കൂറിലാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ കയറുന്നതിന് മുന്നേ ഒരു ഫോം ഫില്ല് ചെയ്യാൻ തരുമ്പോൾ റിലേഷൻഷിപ്പ് വിത്ത് ദ പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ട്. അപ്പം ഞാൻ പേന എടുത്തിട്ട് ഒരു മീറ്റിങ്ങിന് നിൽക്കുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഫാദർ എന്ന് പറയും. ഞാൻ പലതും നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, സൺ എഴുതിയിട്ടുണ്ട്, ഫ്രണ്ട് എഴുതിയിട്ടുണ്ട്, ബോയ് ഫ്രണ്ട് ആയിട്ടുണ്ട്, എല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഫാദർ ആവുന്നത്. അപ്പം അതൊരു ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു. അത് അതിഭീകരമായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് അടുത്ത ചോദിക്കാനുള്ളത്, ആസിഫിക്ക റിപ്പീറ്റഡ്ലി ആളുകളെ യൂസ് ചെയ്യുന്ന, ഡയറക്ടേഴ്സ് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഫിലിമോഗ്രഫി നോക്കിയാൽ എന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതാണ്, ആസിഫിക്കനെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡയറക്ടർ എന്ന നിലയിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് തോന്നിയത്? ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. യാതൊരുവിധ അങ്ങനെ പ്രഷർ പരിപാടി സംഭവങ്ങളൊന്നുമില്ല. ഭയങ്കര കംഫർട്ടായിട്ട് എത്ര സ്റ്റാർഡ് ഉണ്ടെങ്കിലും എന്ത് സംഭവമാണെങ്കിലും ഭയങ്കര സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത്, ഷൂട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. ആദ്യത്തെ പടം പ്രീസ്തായിരുന്നു. പക്ഷെ ഈ പറയുന്ന വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയാം, മമ്മൂക്കപ്പടം ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഭയങ്കര പ്രശ്നമായിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന കൊറോണ വന്ന ആ ഷൂട്ടിന് ഭയങ്കര മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായതല്ലാതെ അവിടെ മമ്മൂക്കയെ കൊണ്ടോ മഞ്ചേച്ചിയെ കൊണ്ടോ അങ്ങനെ ആ സിനിമയിൽ വർക്ക് ചെയ്ത ബാക്കി ആരെ കൊണ്ടോ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ സിനിമയിൽ വന്നപ്പോഴും സെയിം ആണ്. അങ്ങനെ എനിക്ക് ആർട്ടിസ്റ്റുകളെ കൊണ്ട് ഇതുവരെ 2 സിനിമ ചെയ്തിട്ടും യാതൊരു വിഷയവും എനിക്ക് ഉണ്ടായിട്ടില്ല. അടിപൊളി. അത് തന്നെ, അത്ര ഒരു ചെറിയ ചിരിയിലെല്ലാം പറഞ്ഞു തീർക്കുന്ന ആളാണ് ഡയറക്ടർ. എന്താണ് ശരിക്കും വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ആളുടെ ഒരു വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാര്യം. അതാണ് ജോഫിന്റെ ഐഡിയ. ഇതാണ് കൃത്യമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ജോഫിൻ സംസാരിക്കുകയുള്ളൂ ലൊക്കേഷനിൽ. അല്ലാതെ നമ്മൾ ഇപ്പം ആഫ്റ്റർ ഷൂട്ടിലൊക്കെ ആണെങ്കിലും ഹ്യൂമർ പോലും വളരെ കൃത്യമായിട്ട് പറയും. അതിൻ്റെ അകത്തൊരു ഹ്യൂമറും ഒരു പോയിന്റും ഉണ്ടാവും. അപ്പോൾ ഭയങ്കര രസമാണ്. ഞങ്ങൾ ഷൂട്ട് ഭയങ്കര രസമുള്ളൊരു ടീമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പ്രത്യേകിച്ച് ഇതിൻ്റെ DOP അപ്പു ആയിരുന്നു ലെവൽ ക്രോസ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അപ്പുവിൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പു ഒരു DOP ആണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. നമ്മുടെ ഒരു ഫ്രണ്ട് ലൊക്കേഷനിൽ വന്ന് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. വർത്താനമൊക്കെ പറഞ്ഞും പാട്ടൊക്കെ പാടി വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ല. എഗെയിൻ ജോഫിനെ പോലെ തന്നെ.
പിന്നെ ഉള്ളത് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ബേബി പണിക്കർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ശബ്ദം ഉണ്ടാക്കിയതും നമ്മുടെ ഒരു എന്താ പറയാ വീട്ടിലൊരു അപ്പച്ചൻ എന്നുള്ളൊരു അറിയാൻ പറ്റുന്ന. അതെ. പിന്നെ പ്രേം, ആസിഫ്, അങ്ങനെ ജോൺ സ്ക്രിപ്റ്റ് റൈറ്റർ. ജോണിനെ പറ്റി പറയണം, ജോൺ ഒരു വയനാടുകാരനാണ്. ഭയങ്കര വിവരമുള്ള ഒരാളാണ്. എല്ലാത്തിനെ പറ്റി വായിക്കുകയും എല്ലാത്തിനെ പറ്റി അഭിപ്രായം പറയും. ഒരിക്കലും തർക്കിച്ച് ജയിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഒരു നല്ല ടീം ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ മൊത്തത്തിൽ. ജോണിന്റെ കുറെ ക്യാരക്ടർ നമ്മുടെ ക്യാരക്ടറൈസേഷനിൽ വന്നിട്ടുണ്ട്. അതെ അതെ. ഈ കൃഷി അത്യാവശ്യം ഫിനാൻഷ്യലി സെറ്റപ്പ് ആയിട്ടൊരു വീടും അവിടുത്തെ ഒരു പയ്യനും അപ്പൻ മകൻ, അതിലൊക്കെ കുറെ ജോണിന്റെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല ടീം ഉണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന ഇത്രയും ലൊക്കേഷൻ ഷിഫ്റ്റും ഇത്രയും ഹെക്റ്റിക് ആയിട്ടുള്ള ഷൂട്ടും പോയതൊന്നും അറിഞ്ഞില്ല. ഇതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ മുതൽ ഈ സിനിമ എങ്ങനെയാണ് ഷേപ്പപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ, അതിലുള്ളൊരു പ്രത്യേകത, നമ്മളാരും ഇതുവരെ ചെയ്യാത്തൊരു ജോണർ, മലയാളത്തിലധികം വരാത്തൊരു ജോണർ. അപ്പോൾ അതെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സീനും ഓരോ ഷോട്ടിനും ഞങ്ങൾക്ക് എല്ലാവരും വന്ന് നിൽക്കും മോണിറ്ററിൽ. ഇപ്പോൾ ഞാനില്ലാത്ത പോർഷനാണെങ്കിലും ഞാൻ അടുത്ത ദിവസം ഞാൻ ഷൂട്ടിന് വന്നു കഴിഞ്ഞാൽ തലേന്ന് ഷൂട്ട് ചെയ്തത് ഇരുന്ന് കാണും മൊത്തം. അങ്ങനെയൊക്കെ വളരെ അപൂർവമായിട്ടാണ് സിനിമകൾക്ക് സംഭവിക്കുക. അപ്പം എന്താണെങ്കിലും അനശ്വര എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. ആള് വളരെ ചെറുതാണ് പ്രായത്തിൽ, പക്ഷേ സ്ക്രീനിൽ വരുമ്പം ഷീ ഡൺ എന്നുള്ളൊരു സംഭവം നമുക്ക് കിട്ടാറുണ്ട്. എങ്ങനെയാണ് അനശ്വര ആസ് എ കോ ആർട്ടിസ്റ്റും പറയണം, കോമ്പിനേഷൻ അനശ്വരയുടെ പ്രായത്തിലുള്ളൊരു ക്യാരക്ടറായിട്ട് തന്നെയാണ്. അത് ശരി. ശരി. അന്നത്തെ കാലത്ത് അനശ്വരയുടെ പ്രായം. അനശ്വരയെ നമുക്ക് ഏത് ഏജിലേക്കും മോൾഡ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒന്ന് ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്നതിന് ശേഷം ആ ഇമേജ് ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് എപ്പോഴും അവർ കുട്ടികൾ തന്നെയായിരിക്കും. പക്ഷെ അനശ്വരയ്ക്ക് ആ പ്രശ്നമില്ല. അനശ്വര ഇപ്പോഴും ഈ പറയുന്ന പോലെ ഒരു +2 പഠിക്കുന്ന കുട്ടിയായിട്ടും ലൈക്ക് ആ ഒരു ഏജ് ഗ്രൂപ്പിലും ചെയ്യാം, കുറച്ചും കൂടെ സീനിയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ചെയ്യാം. ഇപ്പം നമുക്ക് ഈ കന്യാസ്ത്രീ വേഷത്തിൽ നിൽക്കുമ്പോൾ അതും ഭയങ്കര കൺവിൻസിങ് ആയിട്ട് തന്നെ തോന്നുന്നു. അപ്പോൾ ആ ഒരു സൗകര്യം നമ്മൾ നന്നായിട്ട് ഈ സ്ക്രിപ്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് സിനിമയിൽ ഭയങ്കര ഈ പറഞ്ഞൊരു പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടായിരുന്നു വേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അത്തരത്തിലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത് അനശ്വരയായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പുതിയ ആളെയൊക്കെ ഞങ്ങൾ നോക്കാമെന്നൊക്കെ ഒരു കാസ്റ്റിംഗ് കൂടെ ഒരു ഓഡീഷനൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ആൻഡ്രോ ചേട്ടനാണ് ഈ അനശ്വര ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പറയുന്നത്. അതിനുശേഷമാണെങ്കിൽ നേരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൺഫേം ആയിട്ട് അനശ്വര തന്നെ മതി എന്നുള്ള സംഭവത്തിലേക്ക്. ഓക്കെ. സിനിമയെ പറ്റി ഒരുപാട് നമ്മളൊരു ഹിസ്റ്ററി പറയുന്നുണ്ടെങ്കിൽ വേറെ പല ഹിസ്റ്ററികളിലും പലതൊന്നും വരുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഈ സിനിമ കാണാൻ വരുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിൽ വെക്കേണ്ടത്, എങ്ങനെയാണ് വരേണ്ടത്? ഏറ്റവും ബേസിക്കലി ഇതൊരു ത്രില്ലർ അല്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും ബേസിക്കായിട്ട് മനസ്സിലാവേണ്ടത്. ഇതിൽ സസ്പെൻസ് ഇല്ല. ഒരു ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഒരു ഹൂഡണിറ്റ് പരിപാടി ഒന്ന് എക്സ്പെക്ട് ചെയ്ത് ആരും വരരുത്. അത് ഒരു ഡ്രാമയാണ് ഈ സിനിമ ബേസിക്കലി. അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. ഓക്കെ. ആസിഫിക്ക, എന്താണ് പ്രേക്ഷകരോട് ഇത് തന്നെയാണ്. ഇതൊരു ഭയങ്കര ഇൻ്റർവൽ പഞ്ചിൽ ഒരു ഭയങ്കര എന്താ പറയുക, ലൈക്ക് ഒരു ഭയങ്കര പഞ്ചുണ്ടെന്നൊന്നും വിചാരിക്കരുത്. ഇതൊരു ഡ്രാമയായിട്ട് തന്നെ കാണണം. നമ്മളാരും എക്സ്പീരിയൻസ് ചെയ്യാത്ത, എന്നാൽ നമുക്ക് അറിയാവുന്ന ഒരു കഥയുടെ ഒരു BTS അതിൻ്റെ പുറകിൽ നടന്ന് നമ്മൾ ഉദ്ദേശിക്കാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യം നമ്മുടേതായ ഒരു പേഴ്സ്പെക്റ്റീവിൽ പറയുന്നു എന്നൊക്കെയാണ് പറയേണ്ടത്. എന്തായാലും ഒരു നല്ല സിനിമയായിരിക്കും, വന്നിരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റും. ആസിഫിക്ക ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടോ? പഴയ സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്ത് റീക്രിയേറ്റ് ചെയ്ത സമയത്തോ? ഏറ്റവും കൂടുതൽ സിനിമകൾ ഞാൻ സിബി സാറിൻ്റെ കൂടെയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്തൊക്കെ അതിൻ്റെ ഫ്രീ ടൈമിലൊക്കെ ഉള്ള എൻ്റെ ഒരു പാസ് ടൈം എന്ന് പറയുന്നത് സിബി സാർ ചെയ്ത സിബി സാർ മോഹൻലാൽ കോമ്പിനേഷനിലുണ്ടായ സിനിമകളുടെ ബാക്ക് സ്റ്റോറീസ് കേൾക്കുക എന്നുള്ളതായിരുന്നു. അതിൽ പല ഷോട്ടുകളും എടുത്തതിനെ പറ്റിയും അല്ലെങ്കിൽ പല സിറ്റുവേഷൻസ് ഉണ്ടായതിനെ പറ്റിയിട്ടും ഒക്കെ അവർ പറഞ്ഞു തരുമ്പോൾ ഈ സിനിമ കാണുന്നതിൽ നിന്നൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബാക്ക് സ്റ്റോറി എന്നറിയാൻ എനിക്കത് പറയാൻ പറ്റില്ല സാറിൻ്റെ പെർമിഷൻ ഇല്ലാതെ. പക്ഷെ അത് ഭയങ്കര രസമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സിനിമകൾ കാണുമ്പോൾ ആ മനസ്സിലുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് എന്താണെന്നും അത് അങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്നും ഒക്കെ മനസ്സിലായി, തോന്നിയിട്ടുണ്ട്. ഒരു സിനിമ ഒളിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ അതിനകത്തൊക്കെ. ആസിഫിക്ക കഥ റെഡിയാണോ അടുത്ത സിനിമയ്ക്കുള്ള?
ഓക്കെ, എനിക്ക് ഇനി അറിയേണ്ട ടിക്കി ടാക്ക എന്ന് പറഞ്ഞ സിനിമയാണ്. കളയൊക്കെ ശേഷം വരുന്നൊരു സിനിമയാണ്. അപ്പം എത്രമാത്രം എക്സൈറ്റഡ് ആണ്? ഈ പറഞ്ഞൊരു ട്രെൻഡ് സെറ്റർ ആകാൻ ചാൻസ് ഉള്ള സിനിമയാണോ? ഒരുപാട് എടുക്കുന്നുണ്ട്. ടിക്കി ടാക്ക ഒരു ഭയങ്കര പുതിയ പടമൊന്നുമല്ല, പക്ഷെ അതൊരു ഈ നമ്മൾ പറയുമല്ലോ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചില പടങ്ങൾ എന്ന് പറയില്ലേ, ഒരു പക്ക അടിപ്പടം, കൊമേഴ്ഷ്യൽ, ഒരു കൊമേഴ്ഷ്യൽ പടം, അങ്ങനത്തെ ഒരു സിനിമ തന്നെയാണ്. അതിൻ്റെ അകത്തൊരു രോഹിത്തിൻ്റെ ഒരു മേക്കിങ്ങിൽ അത് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിനിമയാണ്. അപ്പം ഞാനും അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബോഡി ഷേപ്പിലേക്കൊക്കെ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി സ്ക്രീനിൽ പാക്കുകൾ തെളിഞ്ഞു തുടങ്ങിയോ? പാക്കുകൾ തെളിഞ്ഞു തുടങ്ങി. അപ്പോൾ എന്തായാലും രേഖാചിത്രം ഒരു വൻ വിജയമാകട്ടെ. ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്തൊക്കെ ആളുകളുടെ ഇടയിലൊക്കെ പോയപ്പോഴും സംതിങ് ഈസ് കമ്മിങ് ഔട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓവർ എക്സ്പെക്ടേഷൻ വേണ്ടല്ലേ? ഇല്ലേ? എന്നാൽ ആ എക്സ്പെക്ടേഷൻ നിലനിർത്തുന്ന ഒരു ചിത്രമാകട്ടെ എന്ന് ഉള്ളുകൊണ്ട് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഇത്ര നേരം ക്ലബ് എഫിന് ഞങ്ങളുടെ അടുത്ത് ഇരുന്നതിനും സംസാരിച്ചതിനും. താങ്ക് യു.